സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു. ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു. ജീവിതം അത് ജീവിതം. നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും ശ്രീകുമാരൻ തമ്പിയുടെ ഈ പാട്ട് കേട്ട് കാണും. സിനിമാ ഗാനമാണ്, വളരെ പഴയതാണ്. ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് ശ്രീകുമാരൻ തമ്പി ഈ 4 വരികളിൽ ഒതുക്കിയിരിക്കുന്നത്. സുഖവും ദുഃഖവും ഒരു പെൻഡുലം പോലെ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. ഞാനിത് പറയാൻ കാര്യം സുപ്രീം കോടതിയുടെ ഒരു ലേറ്റസ്റ്റ് ജഡ്ജ്മെൻറ്റാണ്. അത് ബിശ്വജ്യോതി ചാറ്റർജി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് വെസ്റ്റ് ബംഗാൾ. ആ ജഡ്ജ്മെൻറ്റിൻ്റെ ഡേറ്റ് ഞാൻ പറയാം, ഒരു സെക്കൻഡ് നോക്കട്ടെ. ജഡ്ജ്മെൻറ്റ് ഡേറ്റഡ് ഏപ്രിൽ 7, 2025. ഞാനിത് ശ്രദ്ധിക്കാൻ കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് സുപ്രീം കോടതി കൈകാര്യം ചെയ്യുന്നത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ഏർപ്പാടാണ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു, അതിൻ്റെ പേരിൽ പോലീസ് കേസെടുത്തു. ഇതെന്താ ഈ ഏർപ്പാട്? വിവാഹ വാഗ്ദാനം ഒരുപാട് പേര് ഒരാവേശത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതാണ്. ആണ് പെണ്ണിനും കൊടുക്കും, പെണ്ണ് ആണിനും കൊടുക്കും. പിന്നീട് ആവേശം അടങ്ങിക്കഴിയുമ്പോൾ ഒന്നുകിൽ ആണ് പിന്മാറും, അല്ലെങ്കിൽ പെണ്ണ് പിന്മാറും. പിന്മാറിയ ആളിന് വലിയ പ്രയാസം ഉണ്ടാകില്ല. പക്ഷേ അതിന് വിധേയനായ ആളിന് അസാമാന്യമായ ഹൃദയത്തകർച്ചയുണ്ടാവും. ഉണ്ടാവും. എന്താ ചെയ്യുക? നിയമം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പണ്ടൊന്നും ഈ നിയമം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ നിയമം കൂട്ടിച്ചേർക്കുകയായിരുന്നു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബലാത്സംഗമായിട്ട് കൂട്ടും. അപ്പോൾ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയിൽ അനുരക്തയായി, 2 പേരും വേണ്ടാതീനമൊക്കെ കാണിച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. പ്രിക്കോഷൻസ് എടുത്തുകൊണ്ട് പെൺകുട്ടി ഗർഭിണിയൊന്നും ആയില്ല. ആൺകുട്ടി പറയുന്നു, ഇനിയിപ്പോൾ എനിക്കിതിൽ താല്പര്യമൊന്നുമില്ല, ഞാൻ വേറൊരാളെ കല്യാണം കഴിക്കാൻ പോവുകയാണ്. പെൺകുട്ടി തന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കോടതിയെ സമീപിക്കുന്നു. ഡേറ്റും കാര്യവും സംഗതിയും മെസ്സേജ് അത് ഇത് വീഡിയോ ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കൊടുക്കുന്നു. ഈ ആണ് കുടുങ്ങിപ്പോവും. ബലാത്സംഗമാണ്. കാരണം സാധാരണഗതിയിൽ ഒരാണും പെണ്ണും കൺസെൻറ്റോടുകൂടി ഇടപെടുന്നത്. അവർക്ക് വേറെ ഭാര്യ ഉണ്ടാവാം, ഭർത്താവ് ഉണ്ടാകും, ഇതൊന്നും നിയമത്തിൽ വിഷയമല്ല. കൺസെൻ്റ് ഉണ്ടോ, പരസ്പര സമ്മതത്തോടെയാണോ ഇടപെട്ടിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ അതിൽ കേസില്ല. അതിലെന്ത് കേസ്? അതൊരു മോറൽ ക്രൈമാണ് നിങ്ങൾക്ക് പറയാം, ലീഗൽ ക്രൈമല്ല. ഇമ്മൊറാലിറ്റിയാണ് അത്, ബട്ട് ഇല്ലീഗാലിറ്റി അല്ല. അതിൽ ഒരു വ്യത്യാസം വരുത്തിയത് ഈ വകുപ്പോടുകൂടിയാണ്. വിവാഹ വാഗ്ദാനം നൽകിയാണ് ഒരാൾ ഒരു പെണ്ണിനെ ഉപയോഗിക്കുന്നതെങ്കിൽ ആ വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് അയാൾ പുറകോട്ട് മാറിയാൽ അത് ബലാത്കാരമായിട്ട് കരുതപ്പെടും. അമ്പട, എന്ത് ചെയ്യും? വാസ്തവത്തിൽ അത് ബലാത്കാരമാണോ? ഒരുപാട് പേര് വിവാഹ വാഗ്ദാനം കൊടുക്കും, പ്രത്യേകിച്ച് ഇത്തരം സാഹചര്യങ്ങളിൽ. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, ധൈര്യമായിട്ടിരിക്കും, ഞാനല്ലേ പറയുന്നതെന്നൊക്കെ പറയുമല്ലോ. ആ സമയത്തെ ആവേശത്തിൽ ആ പ്രായത്തിലിരിക്കുന്നവർക്കും ആ പ്രായം കഴിഞ്ഞവർക്കും ഇത് നന്നായിട്ട് മനസ്സിലാവും. ആ ആവേശത്തിൽ എന്തും പറയും. നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം, നിനക്ക് ഞാൻ മണിമാളിക വെച്ച് തരാം, ഹിമാലയത്തിൽ ടൂറ് കൊണ്ടുപോകാം, എന്തെല്ലാം വാഗ്ദാനങ്ങൾ കൊടുക്കാമോ അതെല്ലാം കൊടുക്കും. അവൾ ചോദിക്കുന്നതും ചോദിക്കാത്തതുമായ മുഴുവൻ കാര്യങ്ങളും ഇയാൾ സമ്മതിക്കും ഈ കാര്യസാധ്യത്തിനായിട്ട്. പറയുമ്പോൾ ആ പറയുന്ന നിമിഷത്തിൽ അയാൾ സീരിയസ് ആണ്. പിന്നീടാണ് മെല്ലെ ഈ സീരിയസ്നെസ് കുറഞ്ഞു വരുന്നത്.
അപ്പോൾ അതൊരു ചതിയാണെന്ന് പറയാമോ? ഇത് തന്നെ പെൺകുട്ടികളും ചെയ്യാറുണ്ട് ആൺകുട്ടികളോട്. ആൺകുട്ടികളുടെ ഒരേ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, അവർ ഗർഭിണികൾ അഥവാ ഗർഭന്മാരാകുന്നില്ല. ഇതാണ്. മറ്റ് ഇമോഷണലായിട്ടുള്ള സകല ട്രോമയും ആണുങ്ങളും അനുഭവിക്കുന്നുണ്ട്. ഒരു പെണ്ണ് കല്യാണം കഴിക്കാമെന്ന് വാഗ്ദാനം കൊടുക്കുകയും ഈ പറഞ്ഞ മാതിരി പീഡിപ്പിക്കലൊന്നുമല്ല, രണ്ടുപേരും എൻജോയ് ചെയ്യുകയും ചെയ്തിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ പെണ്ണ് പറയുകയാണ്, എനിക്കത്ര പിടിക്കുന്നില്ല തന്നെ, ഞാൻ വേറൊരാളിനെ കണ്ടെത്തിയിട്ടുണ്ട്, അയാളുടെ പിന്നാലെ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ആണിനുണ്ടാകുന്ന നിരാശ, അപമാനം, ഗർഭമൊഴിച്ച് ബാക്കി എല്ലാ കാര്യവും ആണിനും സംഭവിക്കുന്നുണ്ട്. ബട്ട് ആണിന് കേസ് കൊടുക്കാൻ പറ്റില്ല. ബട്ട് പെണ്ണിന് കേസ് കൊടുക്കാൻ പറ്റും, റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ റേപ്പ് ചെയ്തൊരു കേസ് ബംഗാളിലുണ്ടായി. അത് ലോവർ കോർട്ടിൽ നിന്ന് ഹൈക്കോർട്ടിൽ വന്നു, ഹൈക്കോർട്ടിൽ നിന്ന് സുപ്രീം കോർട്ടിൽ വന്നു. ഇതിനകത്തെ പ്രതി ഒരു അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റാണ്, നിസ്സാരക്കാരനല്ല. CJM ആയിട്ട്, അഡീഷണൽ CJM ആയിട്ട് വർക്ക് ചെയ്ത് ഈ കേസ് തന്നുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് റിട്ടയർ ചെയ്ത ആളാണ്. ഈ സ്ത്രീ എന്താണെന്ന് വെച്ചാൽ, അവരുടെ ഭർത്താവുമായിട്ട് അവർക്ക് വിവാഹമോചനം വേണം. അതിനുവേണ്ടി പലതവണ അവർ കോടതി കയറി ഇറങ്ങി. ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിനെ പലതവണ ചെന്ന് കണ്ടു, അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു. രണ്ടുപേരും തമ്മിൽ ഇമോഷണലി അടുത്തു. കാരണം ഈ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റും ഡൈവോഴ്സിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. ഡൈവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടില്ല, ബട്ട് ഭാര്യ വേറെ ഭർത്താവ് വേറെ ആയിട്ട് താമസിക്കുകയാണ്. അപ്പോൾ മജിസ്ട്രേറ്റ് പറഞ്ഞു, എൻ്റെ വിവാഹമോചനം കിട്ടിക്കഴിഞ്ഞാൽ, തൻ്റെയും വിവാഹമോചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കല്യാണം കഴിക്കാം. ഓ ശരി. ഈ കോർട്ട് പ്രൊസീഡിങ്സ് താമസിക്കുമല്ലോ. ഇതിനിടയ്ക്ക് ഇവർ പലതവണ വേണ്ടാത്ത രീതിയിലൊക്കെ ബന്ധപ്പെട്ടു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ മജിസ്ട്രേറ്റിന് താല്പര്യം നഷ്ടപ്പെട്ടു. അങ്ങേര് പറഞ്ഞു, ഞാൻ തന്നെ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. ഒന്നാമത് എൻ്റെ ഡൈവോഴ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല, തൻ്റെ ഡൈവോഴ്സ് ഇപ്പോൾ ദേ കിട്ടിയതേ ഉള്ളൂ. തനിക്കൊരു കുട്ടിയുമുണ്ട്, 11 വയസ്സോ മറ്റോ ഉള്ളൊരു ആൺകുട്ടിയുണ്ട് ഈ സ്ത്രീക്ക്. അവർ എന്ത് ചെയ്തു? അല്ലെങ്കിൽ തന്നെ അവർ കേസുകാരിയാണ്. ഭർത്താവിനെതിരെ കേസ് കൊടുത്ത് വിവാഹമോചനം നടത്താൻ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാർ അല്പം ലീഗൽ ഫൈറ്റിനുള്ള ഗട്ട്സുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അവർ കേസ് കൊടുത്തു. അവർ പറഞ്ഞു, ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി എന്നെ പീഡിപ്പിച്ചു. അപ്പോൾ വിവാഹ വാഗ്ദാനത്തിന് നിയമത്തിൽ ഒരു പഴുതുണ്ട്. പഴുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രോഡൻ്റലായിട്ടുള്ള വാഗ്ദാനമായിരിക്കണം അത്. തട്ടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കൊടുക്കുന്ന വാഗ്ദാനം, അല്ലാതെ ആത്മാർത്ഥമായിട്ട് കൊടുക്കുന്ന വാഗ്ദാനമായാൽ ബലാത്സംഗമാവില്ല. തട്ടിക്കണം എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ഈ വാഗ്ദാനം കൊടുക്കണം, അപ്പോഴേ ഇത് റേപ്പ് ആകുള്ളൂ. ഇപ്പോൾ ഈ കേസിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വാഗ്ദാനം കൊടുക്കുന്ന സമയത്ത് ഈ മനുഷ്യന് തട്ടിക്കണം എന്നുള്ള ഇൻറ്റൻഷൻ ഉണ്ടായിരുന്നില്ല. അതന്നുമില്ല, ഇന്നുമില്ല. അവരെ തട്ടിക്കണമെന്നൊന്നുമില്ല. ബട്ട് അവരെ അത്ര പിടിച്ചില്ല. ഈ വിചാരണയൊക്കെ നടന്നു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, ഈ ജഡ്ജിയുടെ ഡ്രൈവറും വേലക്കാരനും പറഞ്ഞു, ഈ ജഡ്ജിയുടെ പല സ്ത്രീബന്ധങ്ങളിൽ ഒന്ന് മാത്രമാണ് ഈ സ്ത്രീ. ഇദ്ദേഹത്തിന് ഇത് പതിവാണ്. പല സ്ത്രീകളെയും ഞങ്ങൾ കൊണ്ടുചെന്ന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളോട് പറയും, ഇന്ന ആളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്, വണ്ടിയുമായിട്ട് പോടാ, അവിടെ പോയിട്ട് അയാളെ വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയും. ഞങ്ങൾ എന്ത് ചെയ്യും സാർ? മജിസ്ട്രേറ്റല്ലേ പറയുന്നു. ഞങ്ങൾ വണ്ടിയുമായിട്ട് പോകും. അവിടെ ചെല്ലുമ്പോൾ ആ സ്ത്രീ വണ്ടിയിൽ കയറും, ഇവിടെ കൊണ്ടുവരും. നേരം വെളുത്ത് കഴിയുമ്പോൾ പരപരാ വെളുക്കുമ്പോൾ ആരും കാണുന്നതിന് മുമ്പേ തിരിച്ചു കൊണ്ടുപോയി വീട്ടിൽ വിടും. ഇതൊക്കെയാണ് സാർ നടക്കുന്നത് എന്ന് അവർ പറയും. കോടതി നോക്കിക്കഴിഞ്ഞപ്പോൾ കോടതി പറഞ്ഞു, ഇവർ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്, 11 വർഷമുള്ള ചെറുക്കനും ഉണ്ട്, മകൻ. ഇപ്പം ഇവർ പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിലേക്ക് പലതവണ ഈ മജിസ്ട്രേറ്റ് കാശ് അയച്ചിട്ടുണ്ട്, മകനെ നോക്കാനും വീട്ടു ചെലവിനും ഒക്കെ ആയിട്ട്. നിൻ്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ഇതിനൊക്കെ വഴങ്ങിയത്. കാര്യം ശരിയാണ്, ഇദ്ദേഹം പൈസയും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്, മകൻ്റെ പഠിത്തത്തിനുള്ള കാശും കൊടുത്തിട്ടുണ്ട്, ഒക്കെയുണ്ട്. ബട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ
അദ്ദേഹം വിവാഹമോചിതനായിരുന്നില്ല. അപ്പോൾ കോടതി പറയുന്നത് അത് ഈ സ്ത്രീ മനസ്സിലാക്കണമായിരുന്നു. മാറി താമസിക്കുക മാത്രമാണ് വിവാഹമോചനം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. വിവാഹമോചനം കിട്ടാതെ പുനർവിവാഹത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. ഈ സ്ത്രീ എന്തുകൊണ്ട് അതിന് വഴങ്ങി? ഇവർക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ വിവാഹമോചനം നടന്നിട്ടില്ല എന്ന്. വിവാഹമോചനം നടന്നു കഴിഞ്ഞിട്ട് വാഗ്ദാനം കൊടുത്താൽ മാത്രമല്ലേ ഈ സ്ത്രീ വഴങ്ങാവുള്ളൂ. വാസ്തവത്തിൽ എനിക്ക് അതുപോലും മനസ്സിലാവാറില്ല. ഒരാൾ വിവാഹ വാഗ്ദാനം നൽകി എന്ന് പറഞ്ഞിട്ട് പെണ്ണ് അവന് വഴങ്ങിക്കൊടുക്കുന്നത് എവിടുത്തെ മര്യാദയാണ്? ഞാനൊരു നാടൻ കാർന്ന് പറയാം, ഞാൻ നിങ്ങളോട് ചോദിക്കും, എന്ത് പരിപാടിയാണ്? ഒരുത്തൻ പറയുകയാണ് ഞാൻ നിന്നെ കല്യാണം കഴിക്കാം. കഴിക്കുമല്ലോ, കഴിക്കും, എന്നാൽ പിന്നെ ഞാൻ വരാം. എന്തൊരു ഏർപ്പാടാണ്! കഴിക്കുന്ന ആളിനോട് ശരി താൻ വിവാഹം കഴിക്കുക, എന്നിട്ട് ഞാൻ കൂടെ വരാമെന്ന് പറയുക. അതിന് മുമ്പേ വാഗ്ദാനം കേട്ടിട്ട് ഇയാളുടെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നത് എന്തിനാ? അയാൾ പല വാഗ്ദാനവും പറയും. അതാണല്ലോ അയാളുടെ പ്രായവും അയാളുടെ ആവേശവും ഒക്കെ. നീ ഇങ്ങ് കയറി വാ, അല്ലേ എന്നെ കല്യാണം കഴിക്കുമെന്ന് ഞാനല്ലേ പറയുന്നത്. കയറി വന്ന് നീ ആ വാതിൽ കുറ്റിയിട്ട്. ഇങ്ങനെ പറയുന്ന ഒരു തെമ്മാടിയുടെ അടുത്തേക്ക് തറവാട്ടിപ്പറന്ന ആത്മാഭിമാനമുള്ള പെണ്ണുങ്ങളാരെങ്കിലും പോവുമോ? എടോ, കഴുത്തിൽ താലി കെട്ടടോ, അത് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം എന്ന് വേണ്ടേ പറയാൻ? ഇതിപ്പോൾ അത് പറയുന്നത് ഒരു മോശമാണെന്നും അത് പറയാതെ ഇയാളുടെ കൂടെ പോവുകയും തെമ്മാടിത്തരം മുഴുവൻ കാണിക്കുകയും പിന്നെ ഇയാൾ എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുകയും ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഫാഷൻ. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു, നിങ്ങൾ പ്രായപൂർത്തിയെത്തിയ ഒരു സ്ത്രീയാണ്, 11 വയസ്സുള്ള കുട്ടിയുടെ അമ്മയാണ്, അയാൾ നിങ്ങൾക്ക് കാശ് തന്നു എന്നൊക്കെ ഉള്ളത് ശരിയാണ്. ബട്ട് എന്തുകൊണ്ട് നിങ്ങൾ അയാളുടെ വാഗ്ദാനം വിശ്വസിച്ചു? കാരണം അയാൾ വിവാഹമോചിതനല്ല, നിങ്ങളെ വിവാഹം ചെയ്യാൻ അയാൾക്ക് സാധ്യമല്ല. അങ്ങനെ സാധ്യമാകുന്നൊരു സ്ഥിതി വന്നിട്ട് അയാൾ വാഗ്ദാനം ചെയ്തെങ്കിൽ പിന്നെയും കഴമ്പുണ്ടായിരുന്നു. ഇതങ്ങനെ ഇല്ല. അയാൾ മറ്റേ സ്ത്രീയുമായിട്ട് വിവാഹബന്ധത്തിലാണ്, വേർപെട്ടിട്ടില്ല ഇതുവരെ. നിങ്ങളും വേറൊരു വിവാഹമോചിതയാണ്. ഒരിക്കൽ ചൂടുവെള്ളത്തിൽ വീണ് പൂച്ചയാണ് നിങ്ങൾ എന്തുകൊണ്ട് ഇതിലൊക്കെ ചെന്ന് ചാടി? ഫിഡ്യൂഷ്യറി റിലേഷൻഷിപ്പ് എന്ന് പറയും. ഒരു മജിസ്ട്രേറ്റിന് തൻ്റെ അടുത്ത് കൺസൾട്ടേഷനൊക്കെ വരുന്ന ആൾക്കാർ, ഇദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് കേട്ടോ. നീ വിഷമിക്കണ്ടടി, നിനക്ക് ഞാൻ നല്ല വക്കീലിനെ വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടൊരു വക്കീലിനെ വെച്ചു. അയാൾ നല്ല വക്കീലുമായിരുന്നു കേട്ടോ, നല്ല വക്കീൽ തന്നെയായിരുന്നു, കള്ളത്തരമൊന്നും കാണിച്ചില്ല അതിൽ. അയാൾ ഫൈറ്റ് ചെയ്തു, ഇവർക്ക് വിവാഹമോചനവും കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്നെ കല്യാണം കഴിക്കുക. അയാൾ പറഞ്ഞു പറ്റില്ല. കാരണം അയാൾക്ക് ഇത് പല സ്ത്രീകളിൽ ഒന്ന് മാത്രമാണ്. ഇതൊക്കെ പിന്നീടാണ് ഇവർക്ക് മനസ്സിലാവുന്നത്. എനിക്കറിയില്ല, ഈ കുഴപ്പങ്ങളെല്ലാം കൂടെ സുപ്രീം കോടതി ചെന്ന് കഴിഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞു, പ്രായപൂർത്തിയായ തലയ്ക്ക് വെളിവുള്ള സ്ത്രീ ഇതുപോലത്തെ ഏടാകൂടത്തിൽ ചെന്ന് ചാടരുത്. അങ്ങേര് ഒരു വാഗ്ദാന ലംഘനവും നടത്തിയിട്ടില്ല. കാര്യം കാണാൻ വേണ്ടി നിങ്ങളെ കല്യാണം കഴിക്കാമെന്ന് പറയും. നിങ്ങൾക്കറിയാം അയാൾ കഴിക്കാനൊന്നും പോണില്ല എന്ന്. കാരണം അയാളുടെ മറ്റേ വിവാഹം നിൽക്കുകയല്ലേ. ഇനി കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ അയാൾ വിചാരിച്ചാൽ നടക്കില്ല, മറ്റേ വിവാഹം നിൽക്കുന്നു. ആ വിവാഹമോചനം കഴിഞ്ഞിട്ട് വന്നിട്ട് പിന്നെ നിങ്ങൾ കല്യാണം കഴിക്കുന്നതൊക്കെ ശരി, അത് കഴിഞ്ഞിട്ട് വേണമായിരുന്നു ബന്ധത്തിലേർപ്പെടാൻ. നിങ്ങൾ അഡ്വാൻസ് ആയിട്ടങ്ങ് ബന്ധത്തിലേർപ്പെട്ട് ബാക്കി കാര്യം പിന്നെ നോക്കാം എന്ന് പറഞ്ഞതിനർത്ഥം നിങ്ങൾക്കും ഈ ബന്ധത്തിൽ നല്ല താല്പര്യമുണ്ടായിരുന്നു എന്നാണ്. അതുകൊണ്ട് ഈ മനുഷ്യനെ റേപ്പ് എന്നുള്ള കുറ്റത്തിൽ നിന്ന് ഞങ്ങൾ മോചനാക്കുന്നു. ഇതാണ് സുപ്രീം കോടതി വിധി. ഇതൊക്കെ നിയമം, ഞാൻ സമ്മതിച്ചു. ബട്ട് സുപ്രീം കോടതിയോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരുന്ന ആൾ സർവീസിലിരിക്കുമ്പോൾ കാണിച്ച ഈ പോക്കൃത്തരത്തിന് ഒരു ശിക്ഷയുമില്ലേ? നിയമത്തിൽ ശിക്ഷയില്ല, കാരണം ഈ പോക്കൃത്തരം കാണിക്കാം. നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്ക്. ഹൈക്കോടതി ജഡ്ജിക്ക് വ്യഭിചരിക്കാൻ ഒരു തടസ്സവുമില്ല. ഹൈക്കോടതി ജഡ്ജിക്ക് മദ്യപിക്കാൻ ഒരു തടസ്സവുമില്ല. നമ്മളുടെ കേരള ഹൈക്കോടതിയിലെ ഒരു ജഡ്ജി വൈകുന്നേരമാകുമ്പോൾ 2 വീശിയിട്ട് മറൈൻ ഡ്രൈവിൽ കൂടെ ആടി നടക്കുന്നു. എന്ത് ചെയ്യും നിങ്ങൾ? എന്ത് വിലയുണ്ടാകും ആ ജഡ്ജിക്ക്? നിയമവിരുദ്ധമായിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ജഡ്ജിമാരുടെ കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ ഇതൊന്നും പറഞ്ഞിട്ടില്ല, മദ്യപിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നോ റൗഡിസം കാണിക്കരുതെന്നൊക്കെ പറഞ്ഞു കാണും. ഇത് റൗഡിസവും കാണിക്കുന്നില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുമില്ല. പുള്ളി ഇങ്ങനെ ആടി പോകുന്നു. ആൾക്കാർ പറയുന്നത്
ഹൈക്കോടതി ജഡ്ജി TG മോഹൻദാസാണ് പോകുന്നത്. ആണോ, കൊള്ളാമല്ലോ പുള്ളിയുടെ ആട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ തമാശ പറയും. ഞാൻ നടന്ന് എൻ്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ കാറിൽ കയറിയിട്ട് ഡ്രൈവറോട് പറയും വണ്ടി വിടറാ വീട്ടിലേക്ക് എന്ന് പറയും. ബട്ട് ഇത് ചെയ്യാമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഇതിനൊക്കെ ഒരു മൊറാലിറ്റി വേണ്ടേ? എല്ലാം ലീഗാലിറ്റിയാണ് ഇപ്പോൾ കോടതി നോക്കുന്നത്. ബട്ട് കോടതിക്ക് സ്വയം ഒരു മൊറാലിറ്റി വേണ്ടേ? ഈ കേസിൽപ്പെട്ട അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന് എന്തെങ്കിലും ഒരു ശിക്ഷ, മോറൽ ഒഫൻസ്, കോഡ് ഓഫ് കോണ്ടാക്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള മതിപ്പ് ഇല്ലാതാക്കുന്ന വിധം പെരുമാറി എന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യൻ്റെ പെൻഷൻ 50% ആക്കുക, എന്തെങ്കിലും ഒരു ശിക്ഷ കൊടുക്കേണ്ടതല്ലേ? ആ സ്ത്രീയെ വെറുതെ വിട്ടു മനസ്സിലാക്കാം. ആ സ്ത്രീയെയും ശിക്ഷിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ ഏടാകൂടമൊക്കെ കൊണ്ട് നടക്കുക, ഭർത്താവിൻ്റെ ഡൈവോഴ്സിന് നടന്നിട്ട് ആ ഡൈവോഴ്സിൻ്റെ ഇടയ്ക്ക് ജഡ്ജിയുമായിട്ട് ലോഹ്യത്തിലാകുക, അയാളുടെ കൂടെ പോകുക, അയാളുടെ നിന്ന് ചെലവിന് മേടിക്കുക, അയാൾ ഉപേക്ഷിക്കുക, അയാൾക്കെതിരെ കേസ് കൊടുക്കുക. ഇതൊക്കെ അസ്വാഭാവികമായ പേഴ്സണാലിറ്റീസാണ്. ഇപ്പോൾ സുപ്രീം കോടതി ഇതൊക്കെ പറഞ്ഞു. കാരണം ഈ മനുഷ്യൻ അവരുടെ ഫ്രറ്റേണിറ്റിയിൽപ്പെട്ട ആളാണ്. അസിസ്റ്റൻറ്റ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യറിയിൽ പെട്ട ആളാണ്. സുപ്രീം കോടതി മുതൽ ലോവർ കോർട്ട് വരെ അവരുടെ ഒരു ഫ്രറ്റേണിറ്റിയുണ്ട് ജഡ്ജിമാരുടെ. ജഡ്ജിമാരെ എന്ത് വില കൊടുത്തും അവർ സംരക്ഷിക്കും, ഏത് ന്യായം പറഞ്ഞും അവർ സംരക്ഷിക്കും. ഇതാണ് കോടതികളുടെ സ്വഭാവം. അതുകൊണ്ട് ഈ ACJMനെയും അവർ സംരക്ഷിച്ചു. ആ സ്ത്രീയുടെ പരാതി തള്ളിക്കളഞ്ഞു. ബട്ട് ഞാനോ നിങ്ങളോ ആണെങ്കിൽ ഉറപ്പാണ് ഹൈക്കോടതിയാണെങ്കിലും സുപ്രീം കോടതിയാണെങ്കിലും ബലാത്സംഗ കുറ്റത്തിന് നിങ്ങളെ ശിക്ഷിക്കും. അതിന് വകുപ്പുമുണ്ട്. BNSൽ നേരത്തെ IPCയിൽ വകുപ്പുണ്ടായിരുന്നു, ഇപ്പോൾ BNSൽ വകുപ്പുണ്ട്. IPC 376 BNSലെ വകുപ്പ് എനിക്ക് ഓർമ്മയില്ല, ഇതുവരെ BNS എൻ്റെ തലയിൽ കയറിയിട്ടില്ല. അതുകൊണ്ട് IPC വകുപ്പ് ഞാൻ പറയുകയാണ്. ബലാത്സംഗത്തിൻ്റെ ഒരു വകുപ്പ് ഇതാണ്, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുക. അത് സ്ത്രീക്ക് ആ കേസ് കൊടുക്കാൻ പറ്റുള്ളൂ, പുരുഷന് കേസില്ല. പുരുഷന് നിങ്ങൾക്ക് എന്ത് വാഗ്ദാനം കൊടുത്തിട്ടും അവൻ്റെ ഹൃദയം തകർത്ത് പണ്ടാരടക്കി വിടാം. അവനൊരു റെമഡിയില്ല. അവൻ കരഞ്ഞുകൊണ്ട് നടക്കും, അല്ലെങ്കിൽ അവൻ കള്ളു കുടിക്കും, അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങും, അല്ലെങ്കിൽ വണ്ടിക്ക് തലവയ്ക്കും. വേസ്റ്റ് കേസ് ഈ പെണ്ണിൻ്റെ തലയിൽ ആസിഡ് ഒഴിക്കും, അല്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് തീ കൊടുക്കും. അതൊക്കെ ഇപ്പം തുടങ്ങിയ സൂക്കേട. നേരത്തെ ഇവരെല്ലാം നിശബ്ദരായിട്ട് പോയിട്ട് വണ്ടിക്ക് തലവയ്ക്കുകയോ കെട്ടിത്തൂങ്ങിച്ചാകുകയോ വിഷം കഴിക്കുകയോ ഒക്കെ ആയിരുന്നു സാമാന്യ പെരുമാറ്റം. ഇപ്പോൾ ആ പെരുമാറ്റം മാറി മാറി വരുന്നു. അതൊരു സാമൂഹ്യ പ്രശ്നമാണ്, വേറെ ചർച്ച ചെയ്യേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു നിഗമനത്തിലെത്താൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് ഒരു ജഡ്ജിയുടെ തന്നെ അബദ്ധസഞ്ചാരം വേണ്ടി വന്നു. ഞാനോ നിങ്ങളോ ആയിരുന്നെങ്കിൽ ഈ സുപ്രീം കോടതി വിധി മറിച്ചാകുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. സാധാരണ പൗരനെ പോലെയല്ല ജുഡീഷ്യൽ ഓഫീസേഴ്സിനെ ജുഡീഷ്യറി കാണുന്നത്. ജുഡീഷ്യറിയുടെ ഒരു ഫ്രറ്റേണിറ്റി ഉണ്ട്. അത് അത്ര നല്ല കാര്യമാണ് എന്നെനിക്ക് തോന്നുന്നില്ല. ഏതായാലും വൈകിയാണെങ്കിലും സുപ്രീം കോടതിക്ക് അവരുടെ ആളിനെ, സ്വന്തം ആളിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇങ്ങനൊരു പ്രിൻസിപ്പിൾ അവരെഴുതിയത് നന്നായി. അതിന് ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. താങ്ക് യു.